കേരളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ്. എന്താണ് കള്ളക്കടൽ എന്ന് നോക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണമായുമാണ് ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക. സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. സുനാമിയുമായി സമാനതകളുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്. സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും സംഭവിക്കുന്നത്. 2018 കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 100ഓളം വീടുകൾ തകരുകയും നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടൽക്ഷോഭവും സുനാമിയാണോ എന്നുള്ള സംശയം തീരദേശവാസികൾക്കുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒന്നല്ല ഇപ്പോഴത്തെ കടൽക്ഷോഭം.